ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ബനാന ജാം ഉണ്ടാക്കിയാലോ. അതായത് പഴം കൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ല, നല്ല അടിപൊളി ജാമാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു 3 പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അധികം പഴുക്കാത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞാൽ നല്ലത് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏത് പഴം വേണേലും യൂസ് ചെയ്യാം. പാളയംകടം പഴമോ ഏത് പഴമാണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഇതാണ് കൂടുതലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പഴം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം നമ്മൾ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മളിതാ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഭവമാണല്ലോ ഈ ജാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഴത്തിൻ്റെ ജാം എങ്ങനെയുണ്ട്, അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല സൂപ്പറായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ ആ 3 പഴവും അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഒരു നകപ്പിനെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒട്ടും കുറയരുത്, കാരണം ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അത് ഒരു 4-5 വിസിലോളം വരുന്നവരെ നമുക്കതൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാനൊരു 5 വിസിൽ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 5 വിസിൽ വരുന്നവരേക്ക് വെയിറ്റ് ചെയ്യുക. അങ്ങനെ 5 വിസിലായി. ഇതെല്ലാം കുക്കറിലെ ആവിയെല്ലാം തനിയെ പോയി കഴിഞ്ഞപ്പോൾ നമ്മളത് തുറന്ന് നോക്കുന്നുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. പാളയംകുടം പഴമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചുവപ്പ് കളർ വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റോബസ്റ്റ പഴം ആയതുകൊണ്ട് ഈ ഒരു വൈറ്റ് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ജ്യൂസ്. ഇനി ഇതെല്ലാം നമുക്കൊരു അരിപ്പയിലിട്ട് അരിച്ച് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയണം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ കണ്ണിയുള്ള അരിപ്പയില്ലേ, അതെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആ ഒരു വേസ്റ്റ് എല്ലാം എടുത്ത് കളയാം. നമുക്കിത് ജ്യൂസ് മാത്രം മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഫുള്ള് ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 കഷ്ണം ഏലയ്ക്ക, ചെറിയൊരു കറുവാപ്പട്ട, 3-5 ഗ്രാമ്പൂ, ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടെ നമുക്ക് വേണം. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ വേണം. വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പം ഞാൻ അതിൻ്റെ നീരെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവം ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അത് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ തീയിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണം, കാരണം അടി പിടിക്കാൻ അനുവദിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ 2 ഏലയ്ക്ക, ഒരു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട, 3-4 ഗ്രാമ്പൂ, ഇതെല്ലാം കൂടി ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് ചെറിയൊരു റെഡിഷ് കളറാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. യെല്ലോ കളറ് ഫുഡ് കളറാണ്. അപ്പോൾ യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു റെഡ് കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ് കളറിൽ ചേർത്തെടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പം കളറൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു പർപ്പസ് കൊണ്ട് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കളർ ഒന്നും തന്നെ ഇല്ലെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചെറിയൊരു കളർ നമുക്ക് കിട്ടും, മഞ്ഞ കളറ്.
ഇതാ ഇപ്പോൾ അതിലിട്ടിരിക്കുന്ന ആ കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും എല്ലാം നമ്മൾ അതിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ടേ. ഇത് കുറുകി വരുന്തോറും നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കണ്ട, പക്ഷേ കുറുകി വരുന്തോറും നമ്മൾ ഇടയ്ക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഈ ഒരു സമയത്ത് ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതാ ഇനി 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി കേട്ടോ, ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, ഒരു തുള്ളി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം പതഞ്ഞു പൊങ്ങി അത് കുറുകി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ മതി കേട്ടോ. ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പുറത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ തണുക്കും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കണ്ടില്ലേ, നല്ലവണ്ണം നമ്മൾ കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഗ്രാമ്പൂവിൻ്റെ ഒരു തൊപ്പിയോടെ കിടപ്പുണ്ട്, അതുകൂടെ നമുക്കൊന്ന് എടുത്തു മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമാണ്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുത്ത് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊന്ന് കുറുകി കിട്ടുന്നതായിരിക്കും. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും നല്ലവണ്ണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തേക്കുന്നതാണിത്. നല്ലവണ്ണം ഉറച്ച് വന്നിട്ടുണ്ടിത് ഉണ്ടോ. ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. അത് തന്നെയല്ല, ഹെൽത്തി ആയിട്ടല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സംഭവമല്ല, മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ആ ഫുഡ് കളർ ഒഴിവാക്കി കഴിഞ്ഞാൽ 100% ഹെൽത്തിയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.